ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു വെണ്ടയ്ക്ക കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലാണ് നമ്മൾ ഈ വെണ്ടയ്ക്ക കറി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്കൊന്നും അധികം ഇഷ്ടമില്ലാത്തവർക്കായാലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 8 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ കഴുകിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് ആദ്യം തന്നെ വഴറ്റിയെടുത്തേക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയിലെ ചെറിയ വഴുവഴുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാനും പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് സമയം ഇട്ട് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ദാ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം ഇട്ട് വഴറ്റി നമ്മുടെ വെണ്ടയ്ക്കയുടെ കളറൊന്നും ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ വെണ്ടയ്ക്ക വഴറ്റിയെടുത്ത അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 പീസ് ഇഞ്ചി നീളത്തി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഏകദേശം ഒന്ന് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. സവോളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവോള എല്ലാം ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം ഏകദേശം നന്നായിട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വഴറ്റിയെടുക്കരുത്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളിലെ പച്ചമണമെല്ലാം മാറിക്കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തേക്കണം. അപ്പോൾ ഫ്ലെയിമെല്ലാം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 2ാം പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2ാം പാലാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വലിയ ഒരു തേങ്ങയുടെ പകുതിയോളം എടുത്തിട്ടാണ് ഈ തേങ്ങാപ്പാൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ തേങ്ങയാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ഫുള്ളായിട്ട് തന്നെ എടുക്കണം. എങ്കിലും നമ്മുടെ വെണ്ടയ്ക്ക കറി നല്ല ടേസ്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ 2 കപ്പ് അളവിൽ 2ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിലാണ് 1ാം പാൽ എടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1ാം പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിമെല്ലാം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്കിനി കറി ഒന്ന് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയെല്ലാം ഏകദേശം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 5 ചുവന്നുള്ളി എടുത്തിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി എല്ലാം ഏകദേശം നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ വഴണ്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള വെണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ പുതിയ റെസിപ്പികൾക്കായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും തൊട്ട് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി തന്നെ ബെൽ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്